അച്ഛനും അമ്മയും ആരും തന്നെ ഇല്ലാത്ത അനാഥയെ നായികയെ സ്വർണയാണെങ്കിലോ വലിയ കുടുംബത്തിൽ ജനിച്ചൊരു പയ്യനെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നു. അതുകൊണ്ട് തന്നെ വീട്ടുകാരെല്ലാവരും അവരുടെ ആ ഒരു ബന്ധത്തിന് എതിർപ്പാണ്. എന്നാൽ ഇപ്പോൾ 2-3 വർഷങ്ങൾക്ക് ശേഷം അവളുടെ ഭർത്താവിന്റെ വീട്ടുകാരാണെങ്കിലോ സഹോദരിയുടെ കല്യാണമായതുകൊണ്ട് തന്നെ അവനും ഇൻവിറ്റേഷൻ അയച്ചിരിക്കുകയാണ്. സഹോദരിയുടെ കല്യാണത്തിലൂടെ വീട്ടുകാരുടെ പിണക്കമെല്ലാം മാറുന്നെങ്കിൽ മാറട്ടെ എന്ന് കരുതി തന്റെ ഭാര്യയെ സ്വർണയും കൂട്ടി സ്വർണയുടെ ഭർത്താവ് വീട്ടിലേക്ക് എത്തുന്നു. എന്നാൽ വീട്ടിലെല്ലാവരും കൗതുകത്തോടു കൂടിയാണ് സ്വർണയെ നോക്കുന്നത്. മാത്രവുമല്ല, സ്വർണയുടെ ഹസ്ബൻഡിന്റെ അച്ഛന് ഇപ്പോഴും അവരോട് നല്ല ദേഷ്യമുണ്ട്. അച്ഛൻ മാത്രം മിണ്ടില്ല. ബാക്കി വീട്ടിലുള്ള അമ്മയും മുത്തശ്ശിയും ബാക്കിയുള്ളവരെല്ലാവരും ചേർന്ന് സ്വർണ ഏത് ജാതിയിലുള്ളതാണ്, അവൾക്ക് കുക്കിംഗ് അറിയാമോ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ചോദിക്കുന്നു. പക്ഷേ സ്വർണയ്ക്ക് കുക്കിങ്ങും അറിയില്ല, അവരുടെ വീട്ടിലെ ചടങ്ങുകളും ഒന്നും തന്നെ അറിയത്തേയില്ല. അതുകൊണ്ട് തന്നെ സ്വർണയ്ക്ക് ആകെ ടെൻഷനാണ്. ആ വീട്ടില് രാവിലെ രാവിലെ തന്നെ പൂജകളൊക്കെ നടത്തും. ഇതൊന്നും സ്വർണയ്ക്ക് അറിയത്തില്ല. പക്ഷെ ഇതൊക്കെ കൃത്യമായി ചെയ്യുന്നത് സ്വർണയുടെ ഹസ്ബൻഡിന്റെ സഹോദരന്റെ ഭാര്യയാണ്. ആ പെൺകുട്ടിയെ മുറപ്രകാരമാണ് വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നതും. അതുകൊണ്ട് തന്നെ വീട്ടിലെല്ലാവർക്കും ആ പെൺകുട്ടിയോടാണ് സ്നേഹം. സ്വർണയ്ക്ക് അതുകൊണ്ട് തന്നെ വല്ലാത്ത സങ്കടമാണ്. നിങ്ങൾ ഈ നാട്ടിലൊന്നും ഉള്ളതല്ലല്ലോ, അതുകൊണ്ട് തന്നെ പോകെ പോകെയെല്ലാം മനസ്സിലാകുമെന്ന് പറഞ്ഞ് രണ്ടാമത്തെ മരുമകൾ സ്വർണയെ വല്ലാതെ വെറുപ്പിക്കുന്നു. ദേഷ്യം വരുന്ന സ്വർണ തന്റെ ഓർഫണേജിൽ കൂടെ ഉണ്ടായിരുന്ന ബെസ്റ്റ് ഫ്രണ്ടിനെ കോൾ ചെയ്യും. ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞ് കുട്ടികളായിട്ടൊക്കെ ജീവിക്കുകയാണ്. എനിക്കിതുപോലൊരു ആവശ്യമുണ്ട്, വീട്ടിലെത്തേക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരണം, നീ ഒന്ന് ഇവിടെ വരെ വരുമോ എന്ന് കൂട്ടുകാരിയോട് ചോദിക്കുന്നു. അങ്ങനെ കൂട്ടുകാരിയെ കൊണ്ടുവന്ന് അടുത്തുള്ള ഒരു ലോഡ്ജിൽ താമസിപ്പിച്ചതിന് ശേഷം കൂട്ടുകാരി തന്നെ ആഹാരം പാചകം ചെയ്തു കൊടുക്കും. അതാരും അറിയാതെ സ്വർണ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. വീട്ടിലുള്ള എല്ലാവരും കരുതിയിരിക്കുന്നത് സ്വർണയാണ് ആഹാരം പാചകം ചെയ്തിരിക്കുന്നത് എന്നതാണ്. ഒരിക്കൽ കൂട്ടുകാരിക്കൊപ്പം മാർക്കറ്റിൽ സാധനം വാങ്ങുവാനായി പോകുന്ന സ്വർണയെ ഒരാൾ ഫോളോ ചെയ്യുന്നു. ആരാ നീ, എന്തിനാ നീ എന്നെ ഫോളോ ചെയ്യുന്നതെന്ന് സ്വർണ ചോദിക്കുമ്പോൾ നീ ജാൻസി അല്ലേ എന്നാണ് അവന്റെ മറുപടി. അത് കേട്ട സ്വർണയ്ക്ക് ദേഷ്യം വരികയും ഇനി മേലാൽ എന്റെ കൺമുന്നിൽ കണ്ടു കഴിഞ്ഞാൽ നിന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞ് അവനെ വിരട്ടുന്നു. അവൻ നേരെ വരുന്നത് ജയിലിൽ കിടക്കുന്ന കർണ എന്നൊരാളിനെ കാണുവാൻ വേണ്ടിയിട്ടാണ്. കർണയോട് വന്നിട്ട് ഞാൻ ജാൻസിയെ പോലൊരു പെണ്ണിനെ കണ്ടു എന്നുള്ള കാര്യം പറയും. അങ്ങനെയാണെങ്കിൽ നീ അവളെ കൊല്ലുവാൻ വേണ്ടിയിട്ട് ഒരാളെ അയക്കുക. കൊല്ലുവാൻ അയക്കുന്ന ആള് തിരികെ ജീവനോട് കൂടി വന്നു കഴിഞ്ഞാൽ അത് ജാൻസിയല്ല. അഥവാ അവൻ ജീവനോട് കൂടി വന്നില്ലെങ്കിൽ അത് ജാൻസിയാണെന്നുള്ള കാര്യം കർണ പറയുന്നു. കൂട്ടുകാരി ഉണ്ടാക്കി കൊടുത്ത ആഹാരമെല്ലാം വീട്ടുകാർക്ക് വിളമ്പി എല്ലാവരുടെയും മുന്നിൽ വലിയ ആളാവുകയാണ് സ്വർണ. എല്ലാവർക്കും സ്വർണയോട് നല്ല കാര്യമായി. എന്നാൽ അതേസമയം സ്വർണയെ കൊല്ലുവാൻ വേണ്ടിയിട്ട് കുറച്ചുപേർ അവളുടെ വീട്ടിലേക്ക് വരുന്നു. എല്ലാവരെയും അവൾ അടിച്ചോടിക്കും. എന്നാൽ അവസാനം അവളെ കൊല്ലുവാനായി വരുന്നവൻ തന്നെ കാലുവഴുതി അവൻ കൊണ്ടുവന്ന ആയുധത്തിന് മുകളിലൂടെ വീണ് അവന്റെ കഥ കഴിയുകയാണ്. അത് കൂട്ടുകാരി കാണും. ഒടുവിൽ സ്വർണയും കൂട്ടുകാരിയും ചേർന്നാണ് അവന്റെ ബോഡി ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് കളയുന്നതും.